Dear students, important MCQ from Financial Management Plus 2 Business Studies. First question, the primary aim of financial management. Answer, maximize shareholders' wealth. എപ്പോഴും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് അവരുടെ ഷെയറിൻ്റെ വില ഇൻക്രീസ് ചെയ്യുക. സെക്കൻഡ് വൺ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. Then third one, that the decision led to how much of the amount retained or distributed shareholders as dividend. നമ്മുടെ ഡിസിഷനെ പറയും ഡിവിഡൻഡ് ഡിസിഷൻസ്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്നാണ് ചോദിച്ചാൽ ഒരു കമ്പനി എത്ര എമൗണ്ട് കമ്പനി തന്നെ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഡിവിഡൻഡായിട്ട്. ദ ആൻസർ ഡിവിഡൻഡ് ഡിസിഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ, ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ ബ്ലൂ പ്രിൻറ്റ്. ആൻസർ, ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയുന്നതാണ് ഫിനാൻഷ്യൽ ബ്ലൂ പ്രിൻറ്റ്. ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ ബ്ലൂ പ്രിൻറ്റ് നോൺ ആസ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ദെൻ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. നെക്സ്റ്റ് വൺ, EPS, ഏർണിങ്സ് പെർ ഷെയർ. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ICR, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ദെൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം NWC, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഡിസിഷൻസ് 3, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ ചാപ്റ്റേഴ്സിൽ ചോദിക്കാവുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണിത്. അതിൽ തന്നെ EPS ഇമ്പോർട്ടൻറ്റ്, ഏർണിങ്സ് പെർ ഷെയർ, ദെൻ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, total current asset, net equal to current asset minus current liabilities.